വ്യാജ വാർത്തയിൽ മുതിർന്ന CPM നേതാവ് PK ശ്രീമതിയുടെ മൊഴിയെടുത്ത് പോലീസ്. ആലക്കോട് സൈബർ പോലീസാണ് മൊഴിയെടുത്തത്. അന്വേഷണ ചുമതലയുള്ള IG P പ്രകാശ് റിപ്പോർട്ട് കൈമാറും. എല്ലാ മാധ്യമങ്ങൾക്കും എതിരെ തന്നെയാണ്. ഇതിന്റെ ലഗ്നം എന്ന് പറയുന്നത് ജനം TV ആണ്. ജനം TV ആണ് ഈ ഒരു വാർത്ത ഈ രൂപത്തിലേക്ക് കൊണ്ടുവന്നത്. അത് കണ്ടിട്ട് അതിന്റെ ഒരു 10 ഇരട്ടിയാക്കിയിട്ട് മറ്റു ചാനലുകളും കൊടുത്തു. ഇതിലെ അന്വേഷണം ആരംഭിച്ചത് തൃപ്തിയാണെന്ന് പറഞ്ഞു. തൃപ്തിയാണെന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. അന്വേഷിച്ചതിൽ എനിക്ക് വേഗത്തിൽ തന്നെ അന്വേഷിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അതൊന്നും ഇപ്പൊ എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താന്ന് പറഞ്ഞാല് ഇതുപോലത്തെ നിരവധി കേസുകൾ നിങ്ങൾക്കറിയാലോ. BJP-യുടെ നേതാവ് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ഇവിടെ അദ്ദേഹം തുറന്നു പറഞ്ഞോളാം, ഞാൻ തെറ്റ് പറഞ്ഞോളാം, എല്ലാ ചാനലുകളിലും പറഞ്ഞോളാം, പ്രമുഖമായ എല്ലാ ചാനലുകളിലും അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ അതുണ്ടായില്ല. അവസാനം ഹൈക്കോടതിയിലെത്തിയിട്ട് വീണ്ടും മാപ്പ് പറയാൻ തയ്യാറാകുമെങ്കിൽ ടീച്ചർ ഈ കേസ് പിൻവലിക്കാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞു തയ്യാറാണ്. അങ്ങനെ ഹൈക്കോടതിയുടെ മുൻപിൽ വെച്ച് ഞങ്ങളെ രണ്ട് പക്ഷത്തുള്ള വക്കീലന്മാരെയും വെച്ച് പരസ്യമായിട്ട് ഇതുപോലെ ചാനലുകൾ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് തെറ്റുപറ്റിപ്പോയി. ടീച്ചറെക്കുറിച്ചും ടീച്ചറുടെ മകനെക്കുറിച്ചും പറഞ്ഞത് തെറ്റായിരുന്നു എന്ന് പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി. സുധിക്ക് അങ്ങനെ എൻ്റെ മോനെ അങ്ങനെ ഒരു മെഡിക്കൽ കമ്പനിയും ഇല്ല, ഒരു മെഡിക്കൽ ഒന്നുമില്ല എന്നുള്ളത് മനസ്സിലായെന്ന് അദ്ദേഹം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റേറ്റ് പറഞ്ഞു. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് PT തോമസിന്റെ കാര്യം. എനിക്കത് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കാര്യം. മരിച്ചുപോയ ഒരു വ്യക്തിയെക്കുറിച്ച് പറയാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ഞാൻ അങ്ങനെ പറയുന്നതല്ല. പക്ഷെ എനിക്ക് എറണാകുളം പ്രസ് ക്ലബിൽ വെച്ചാണ് അദ്ദേഹം പറഞ്ഞത്. വേറെ ഒരു കാര്യവും പറയാനല്ല. അദ്ദേഹം കോവിഡ് കാലത്ത് ഓക്സിജൻ കിട്ടാതെ വിഷമിക്കുന്ന ഒരു ഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നു. പക്ഷേ മുൻ ആരോഗ്യമന്ത്രി PK ശ്രീമതി ടീച്ചറുടെ മകൻ സുധീറിന് ഒരു ഓക്സിജൻ പ്ലാന്റ് പ്രവർത്തിക്കുന്നുണ്ട്. കരിഞ്ചന്തയിൽ വെക്കുകയാണത്, വിൽക്കാതെ അത് എന്ന് പറഞ്ഞിട്ട് ഒരു ആരോപണം ഉന്നയിച്ചു. ഞാൻ അപ്പം തന്നെ അത് നിഷേധിച്ചു. ഞാൻ എന്നിട്ട് തളിപ്പറമ്പിലുള്ള നമ്മളെ വക്കീലിനെ കണ്ട് കേസ് കൊടുക്കാനുള്ള എല്ലാ ക്ലിപ്പിങ്സും എല്ലാം എടുത്ത് കോപ്പിയും കൊടുത്ത് പയ്യന്നൂർ കോടതിയിൽ സമർപ്പിച്ചു. എന്നിട്ട് കേസ് എടുക്കാൻ പോകുന്നു എന്നൊരു ഘട്ടം വന്നപ്പോൾ അഡ്വക്കേറ്റ് പറഞ്ഞു, നമ്മുടെ MLA PT തോമസ് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അസുഖം ബാധിച്ച് കിടക്കുകയാണ്. നമ്മളിപ്പോൾ അത് ഞാൻ പറഞ്ഞു എന്നോട് ചോദിക്കുന്നു വേണ്ട. അങ്ങനെ അസുഖമായിട്ട് കിടക്കുന്ന ഒരാൾക്കെതിരെ എനിക്ക് എത്ര ഡാമേജ് ആയിപ്പോയാലും ഞാൻ കേസ് കൊടുക്കാൻ ഇപ്പം തയ്യാറില്ല. അതുകൊണ്ട് അത് പിൻവലിച്ചോ എന്ന് പറഞ്ഞ് പയ്യന്നൂർ കോടതിയിൽ നമ്മളത് തൽക്കാലം സ്റ്റേ ചെയ്ത് പിന്നെ അദ്ദേഹം മരിച്ചുപോയി. ആ കേസ് പിന്നെ ഞാൻ കൊണ്ടുപോയിട്ടില്ല.